തുടരുന്നതായിരിക്കും. നമുക്ക് ഗൗതമി കുട്ടിയെ വെൽക്കം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ഗൗതമി ഓൺ സ്റ്റേജ്. ഹലോ ഗൗതം, യെസ്, നല്ല ഡ്രസ്സാണല്ലോ. അതെ. താങ്ക് യു. ഈ ഐറ്റത്തിനെ കണ്ടോ? കണ്ടോ? കണ്ടു. വല്ലപ്പോഴേ കാണാൻ കിട്ടത്തുള്ളൂ. അയ്യോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, കുറച്ച് അളന്ന് പോയെന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഈ ഐറ്റം എവിടെയായിരുന്നു? ഒരു രണ്ടും 2 രണ്ട് മാസം ദിശയിലായിരുന്നേ ഉള്ളൂ. അമേരിക്കയിൽ കറങ്ങി അടിച്ചു കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പോയതൊരു വല്ലാത്ത ദൂരമായി. സാർ ഇവിടുന്ന് ഏപ്രിൽ പോയി വന്ന് തിരിച്ചു വന്നപ്പോ ജൂണിൽ വന്നപ്പോ കറക്റ്റ് ജൂണിൽ പോയി. അങ്ങനെ വല്ലാത്തൊരു ഗ്യാപ്പ്. നിങ്ങൾ കൊറേ നാളായി ഞങ്ങൾ കണ്ടിട്ട്. പിന്നെ അത് കാരണം നിങ്ങള് കണ്ടിട്ട് മക്കളെ, യെസ്, ഇപ്പൊ എന്താണ്ട് രമി ചേച്ചി പറഞ്ഞതുപോലെ കുലശ്രീ എന്നുള്ള പടത്തിലെ പാട്ടാണെന്നാണോ? കുലം. കുലം. ആ കുലത ഇല്ലാതെ പാടണം കേട്ടോ. ഓക്കെ. ഡീറ്റെയിൽസ് പറയൂ. 1997 ആയിക്കോട്ടെ. കുലം ആ. പാടിയത് ചിത്രാമ്മ. ഓ, മ്യൂസിക് MG രാധാകൃഷ്ണൻ സർ. ആ. ലിറിക്സ് V മധുസൂദനൻ സർ. അപ്പൊ കലക്ക് മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഗൗതു യെസ് അതിമനോഹരമായിട്ട് പാടി മോളെ. താങ്ക് യു സർ. ഒരു 90% മോള് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടും. താങ്ക് യു സർ. പിന്നെ കയ്യിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങളേ ഉള്ളൂ, അതല്ലാതെ പഠിക്കാതെ വന്ന് തെന്നിപ്പോയതല്ല. തൈത്തന്നൽ താളം എന്നുള്ള ആ പോർഷൻ അത് മോള് പാടിയത് ശരിയാവും. അതിന്റെ ചരണത്തിൽ വന്നിട്ട് ആദ്യം കിന്നാരം കൂടാൻ ആരോ വന്നില്ലേ, അത് സെയിം ട്യൂണാണ്. അത് മോള് പാടിയത് ആദ്യം കറക്റ്റ് ആയിരുന്നു. രണ്ടാമത് വന്നപ്പോ അതിനകത്തൊരു ക്ലാരിറ്റി വന്നില്ല. അതൊന്ന് പാടാവോ, ഈ പാമ്പാടും അനുപല്ലവി. ആഹാ കറക്റ്റ് അല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. തൈത്തന്നൽ പിടിച്ച വെറുതെ പിടിച്ചു നിർത്തിയേ. കറക്റ്റ്. ആ താളം. ആ അതിന്റെ ഒരു ഗ്ലൈഡിനും ഒരു സുഖം വേണം. പഠി. ഓക്കെ ഓക്കെ. അത് പിന്നെ കിന്നാരം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ആ അതിന്റെ ലാസ്റ്റിലത്തെ അകാരം കറക്റ്റായിട്ട് ശ്രുതിയിൽ നിർത്തണം. ബാക്കി ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. നിൻ പൂവിൻ മൗനം, നീ പാടും ഗാനം, പണ്ടേ നീ എന്നുള്ളിൽ തൂവി തന്നില്ലേ, അതൊക്കെ കുറേ പോർഷൻസ് ഉണ്ടായിരുന്നു. ഈ ചെറിയ 2 പോർഷൻ മാത്രമാണ് മോക്കൊരു ചെറിയ സ്ലിപ്പ് വന്നത്. ബാക്കി എക്സ്ട്രീംലി നൈസ്. ഐ ലൈക്ക് ഇറ്റ് വെരി വെരി മച്ച് കേട്ടോ. അതുപോലെ തന്നെ ബേസ് ഗിറ്റാർ ശശിയണ്ണന്റെ ആ എന്താണ് ഒരു ലാസ്റ്റ് അത് ഇംപ്രവൈസ് ചെയ്താണോ അതോ ഇതിനകത്തുണ്ടോ? ഉണ്ട്. എന്നാലും അതൊരു എടുത്ത് നമ്മൾ കേട്ടപ്പോഴത്തേക്ക് മോളെ ലാസ്റ്റ് പല്ലവി ഒന്ന് പാടിക്കേ. കണ്ടിട്ടോ അവിടെ ഒരു കുഴപ്പമില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഗൗതമക്കുട്ടി, നല്ല പാട്ട് സെലക്ഷൻ. നമ്മൾ ഈ പാട്ടിനെ കുറിച്ച് കഴിഞ്ഞ കുറെ എപ്പിസോഡ്സ് ആയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പാണ് ഈ ഒരു രാഗ. ഇതെല്ലാം രാധാകൃഷ്ണൻ സാറിന്റെ അസാധ്യമായിട്ടൊരു പാട്ടാണത്. മോളെ നന്നായിട്ട് പാടി. ഹംസനാദം, സാരംഗ തരംഗിണി, ശുദ്ധ സാരംഗ്, ശ്യാം കല്യാൺ, ഇതെല്ലാം ബ്രദേഴ്സ് ആണ് ഇവരെല്ലാം. ഈ ഒരു ഫീലിൽ വരുന്ന ഒരുപാട് പാട്ടുകൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ രാധാകൃഷ്ണൻ സാറ്, ദക്ഷിണാമൂർത്തി സ്വാമി, ഇളയരാജ സാറ്, വിദ്യാസാഗർ സാറ്, രവീന്ദ്രൻ മാഷ്, ഇവരൊക്കെയാണ് കൂടുതൽ ഇത് ചെയ്ത് കണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ സാരംഗ തരംഗിണി എന്നുള്ളൊരു രാഗം എന്ന് പറയാൻ? സരിമപധാ മോളെ ആ നീർമിഴി അലകളിൽ നീ പൊതിയോ, അതൊന്ന് പാടിക്കേ. ഓക്കെ, അവിടെ ഒരു ദൈവത പ്രയോഗം നിഷാദം ഉണ്ടെങ്കിലും അതിനെ ഒരു ചേഞ്ച് അവിടെ കളർ കൊടുത്തു. അങ്ങനെയാണ് നമുക്കിതിനെ ഇപ്പൊ ഹംസനാദം എന്ന് പറയാൻ പറ്റത്തില്ല, ഈ ഒരു സാരംഗ തരംഗിണി ഗ്രൂപ്പിലേക്ക് ഇത് വരുന്നത്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇളയരാജ സാറിന്റെ ഒരു പാട്ട് ഒന്ന് ഓർമ്മ വന്നു, അതൊന്ന് പാടാം. ഈ പാട്ട് ഭയങ്കര അതെ പ്രത്യേകത. കാരണം ഈ പാട്ടിന്റെ സീൻ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത് പക്ഷെ ഇത്രയും പേര് കണ്ടൊരു സിനിമയല്ലേ. അതെ, കാരണം ആദ്യമായിട്ടായിരിക്കും ഒരു പാട്ടില് ഒരു പാട്ട് മുഴുവൻ ഉമ്മ ഒരു പാട്ട് ഇങ്ങനെ ഒരു പാട്ടുണ്ടാവും എനിക്കറിയില്ല. ഒരൊറ്റ ഉമ്മയിലൂടെ ഈ പാട്ട് തുടങ്ങുന്ന തൊട്ട് തീരുന്നോടം വരെ ഉമ്മ മാത്രം. ഇതെല്ലാം ഈ ജനസുകളിൽ പെട്ട. ഓ എന്ത് സുഖ. പ്രത്യേകിച്ച് ഈ എന്തമ്മേ ചുണ്ടത്ത് പണ്ടേ ഹിറ്റാണ്. പക്ഷെ ഈ പിന്നെ റീൽസിലൂടെ ഒക്കെ വന്നതോടുകൂടി ഒന്നും കൂടെ ഈ പാട്ടിന്റെ ഫ്രഷ്നസ് ഇപ്പോഴും പോയിട്ടില്ല. എന്തിനു മോളിപ്പോ പാടിപ്പോ അത് ഒന്നും കൂടെ നമുക്ക് എത്ര പ്രാവശ്യം കേട്ട്. ചില രാഗത്തിന്റെയും ചില ട്യൂണ് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ പാട്ട് ഇതിന്റെ ഇടയിലൊക്കെ വരുന്ന നിൻ പൂവിൻ മൗനം എന്നൊക്കെ പറഞ്ഞൊരു പോർഷൻ ഉണ്ടല്ലോ. ഓ അത് എത്ര കേട്ടിട്ടും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് പണ്ടേ നീ എന്നുള്ളിനുള്ളിൽ തന്നു താരീരി. ഗൗതക്കുട്ടി കലക്കി, ഒന്നും പറയല്ല. ഈ പാട്ടിലൂടെ നമ്മളെ വേറൊരു, ഞാൻ ഇപ്പോഴും മറ്റേ ചേച്ചിയുടെ മറ്റേ ഓം നമഃ മൂടി നിൽക്കുക. അതെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇതിനകത്തൊരു രഹസ്യമുണ്ട്. ഈ പാട്ടില് ഫ്ലൂട്ട് വായിച്ച റിൻസനാണ്. ഞാൻ ആ ബീജി എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഈ പോർഷനിലൊക്കെ നമ്മൾ കൈയടിച്ചു പോയി. അടിപൊളി. Okay, madam. So, today we are giving you 98 out of 100.
ആടി ഒരു കുലപ്പൂക്കുറ്റി. അപ്പൊ ഗൗതമി കൂട്ട നമ്മുടെ ഫിനാലെ എടുത്തോണ്ടിരിക്കുകയാണ്. പ്രാക്ടീസ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. 98 മാർക്ക് എന്നൊക്കെ പറയുന്നത് ഇപ്പം പണ്ടത് നമ്മുടെ 9900 ആ ലെവലാ. അപ്പൊ അത് ഓർക്കണം. അടുത്ത പ്രാവശ്യം നമുക്ക് തകർക്കണം കേട്ടോ. ഓക്കെ, ബൈ. ബൈ.